ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 വർഷം മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു വെളിച്ചെണ്ണയെ യൂസ് ചെയ്യാവുള്ളൂ, കുക്ക് ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയെ യൂസ് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. പിന്നെ അതുപോലെ ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യത്തില്ല എന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 2 വെളിച്ചെണ്ണയാണിത്. ഈ 2 ടൈപ്പ് വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് മാറി മാറിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പല എണ്ണകളിലും മായമൊക്കെ ഉണ്ടെന്ന്. അപ്പം ഒരെണ്ണം തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കണ്ട എന്നുള്ളൊരിതുകൊണ്ടാണ് 2 എണ്ണയും മാറി മാറി യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ ഈ റൈസ് ബ്രാൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ കുക്കിങ്ങിനും ഈ റൈസ് ബ്രാൻഡ് ഓയിൽ യൂസ് ചെയ്യാറായിട്ടുണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ വെക്കുമ്പോൾ ഞാൻ ഈ റൈസ് ബ്രാൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ചില കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. നമ്മുടെ നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ തന്നെ മസ്റ്റായിട്ട് വേണം. മറ്റേ നോർത്ത് ഇന്ത്യൻ കറികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ റൈസ് ബ്രാൻഡ് ഓയിലാണ്. അതുപോലെ ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ റൈസ് ബ്രാൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അച്ചാറൊക്കെ ഇടാനായിട്ട് നല്ലെണ്ണ യൂസ് ചെയ്യാറായിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കാത്ത ഒരു ഓയിൽ, അതാണ് ഞാൻ വീഡിയോയിൽ മെയിനായിട്ട് പറയാനായിട്ടുള്ള കാര്യം. ഞാൻ ഇതുവരെ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാത്ത ഒരു ഓയിലാണ് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ എന്നോട് ഫ്രണ്ട്സൊക്കെ ചോദിക്കും അതിൻ്റെ കാര്യം എന്താണെന്ന്. അതിനൊരു കാര്യമുണ്ട്. അപ്പം ഞാൻ കർണാടകയിലാണ് നേഴ്സിംഗ് പഠിക്കുന്നത്. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി ഒരു പ്രാവശ്യം ബസ് പോകണം, പിന്നെ കുറച്ചുകൂടെ ബസ്സിൽ പോകണം നമ്മുടെ കോളേജ് എത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോയപ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ അവിടെ ഫുള്ള് ഒരു സൺഫ്ലവറിൻ്റെ ഒരു ഫീൽഡായിരുന്നു. ഫുള്ള് സൺഫ്ലവർ സീഡിൻ്റെ ഫീൽഡായിരുന്നു. അപ്പോൾ ഒരുപാട് സൺഫ്ലവർ സീഡ് അവരത് പൊട്ടിക്കുന്നു, അത് കളക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ അതിൻ്റെ അകത്തോടൊക്കെ ഞങ്ങൾ അതൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേനും അന്നേരം നമ്മൾ ഈ സൺഫ്ലവർ ഓയിലിൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയാമല്ലോ. കുക്ക് ചെയ്യാനൊക്കെ എല്ലാവരും സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുമെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഓണർ, അതായത് അവർക്ക് സ്വന്തമായിട്ട് സൺഫ്ലവറിൻ്റെ ഫീൽഡും ഉണ്ട്, പിന്നെ ഓയിലൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി അതും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് ഒരു ചെറിയൊരു ഇതുപോലൊരു ബോട്ടിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ എത്രത്തോളം സൺഫ്ലവർ സീഡ് വേണമെന്ന്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇത്രയും വലിയൊരു ബോട്ടിൽ ഓയിൽ മേടിക്കണമെങ്കിൽ എന്തോരം സൺഫ്ലവർ സീഡ് വേണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പം നമ്മുടെ ഈ വിപണിയിൽ വരുന്ന സൺഫ്ലവർ ഓയിലുകളൊന്നും ഒറിജിനൽ ഓയിലല്ല എന്ന് പറഞ്ഞു. പിന്നെ അതെൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനായിട്ട്, ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നത് ഇവിടെ ബഹ്റിനിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ആദ്യം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി മേടിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി അത് മായം. അങ്ങനെ അന്ന് എന്നോട് ഇദ്ദേഹം പറഞ്ഞ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാനത് വിളക്ക് കത്തിക്കാനായിട്ട് യൂസ് ചെയ്തു. ഇവിടെ വന്നപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് അത് ഒഴിച്ച് വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് പശ പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക. അന്നേരം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത് വെച്ച് നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പം അത് എത്രത്തോളം ഒരു പശ പോലെ അങ്ങനെ ഒരു സ്റ്റിക്കി അങ്ങനെയൊക്കെ തോന്നി. അത് അദ്ദേഹം പറഞ്ഞ കാര്യം അന്നേരപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. സൺഫ്ലവർ ഓയിൽ അത് ഒറിജിനൽ അല്ലെന്നും അത് മറ്റ് പല കാര്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നേരപ്പോൾ എനിക്ക് മനസ്സിലായി. അതുപോലെ ഇത്ര ചീപ്പ്, ഒരു കിലോ സൺഫ്ലവർ സീഡിന്റെ വിലയും ഓയിലിന്റെ വിലയും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ആ വ്യത്യാസം മനസ്സിലാകാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ പിന്നെ ഇന്ന് വരെ സൺഫ്ലവർ ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ നിങ്ങളോടും പറയുന്നു, മാക്സിമം നിങ്ങൾ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കഴിവതും അത് ഒഴിവാക്കുക. വെളിച്ചെണ്ണയും അത്ര നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയാണെങ്കിൽ അത്രയും നല്ലത്. വെളിച്ചെണ്ണയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ബ്രാൻഡ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതെ പല പല ബ്രാൻഡുകൾ മാറ്റി യൂസ് ചെയ്യുക. അപ്പോൾ ഒന്നിൽ കൂടിയ മായമാണെങ്കിൽ ഒന്നിൽ കുറഞ്ഞ മായമായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ നമ്മുടെ
പ്രശ്നമാണല്ലോ. അപ്പം പലതും മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ റൈസ് ബ്രാൻ ഓയിൽ. റൈസ് ബ്രാൻ ഓയിൽ എനിക്കിത് കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. ഞാനിപ്പം ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ പറയാണ്, എല്ലാ സൺഫ്ലവർ ഓയിലും മോശമാണെന്നോ വരുന്ന നമ്മുടെ വിപണിയിൽ കിട്ടുന്ന എല്ലാ സൺഫ്ലവർ ഓയിലും മായമാണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഒറിജിനൽ സൺഫ്ലവർ ഓയിലും വിപണിയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നവർ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് എന്ന് കണ്ടറിഞ്ഞ് അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഏത് ഓയിലാണെങ്കിലും യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓയിൽ തന്നെ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഡിഫറെന്റ് ഓയിലുകൾ മാറ്റി ഉപയോഗിക്കുക. ഒന്നിൽ മായം ഉണ്ടെങ്കിൽ മടുത്തതിനകത്ത് ആ മായത്തിന്റെ ലെവല് വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണെങ്കിലും പല പല കമ്പനികളുടെ മാറി മാറിയാണ് യൂസ് ചെയ്യുന്നത്.